അല്ലാഹു തആല വന്നിരായ ചെയ്തവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മളെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം അതിപ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു ഭാഗം സ്ട്രോക്ക് വന്ന് തളർന്നിരുന്നു, എൻ്റെ കൈയും കാലുമൊക്കെ തളർന്ന് ബാത്റൂമിൽ പോകാൻ രണ്ടാൾ, ഭക്ഷണം എൻ്റെ ഭാര്യ വാരി തരും, അങ്ങനെയൊക്കെ ആയി. ആ സമയത്ത് ചെയ്തവറുകൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിലവിടെ ഇരുന്ന് തല ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഇവർ വന്നിട്ട് മന്ത്രിച്ചിട്ട് വെള്ളം തിന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞ് 2ാമത്തെ ആഴ്ച നടന്നങ്ങോട്ട് വരണം. അങ്ങനെ തന്നെ പറഞ്ഞത്, ഓർമ്മ ഉണ്ടല്ലേ, 2 ആഴ്ച കൊണ്ട് നടന്നിട്ടാണ് വരണം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനോ, കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. കറക്റ്റ് 2ാമത്തെ ആഴ്ച ഓരോ വീട്ടുകളുടെ വഴി ഉണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോണത്. അന്നിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ വയ്യാത്ത ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ചത്ത്. അൽഹംദുലില്ലാ. അന്ന് ചെയ്തതിന് ശേഷം ആയിരക്കണക്കിന് അനുഭവങ്ങളുള്ള ആൾക്കാർ പലരും ഈ കഴിഞ്ഞ 360 ആളുണ്ട്. ഇവിടെ അതിന് മേലെ ആളുണ്ടായിരിക്കും, അത് വേറെ. പക്ഷേ ഈ വരുന്ന ആളുകൾക്ക് പലതും പറയാണ്. ഞാനിവിടെ പറഞ്ഞാൽ നേരം പുലരും വരെ പറയാനുണ്ടാകും. കാരണം അത്രക്കും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ആൾക്കാരെ കാണും. ഇത് ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ ഒരു തളർച്ചയായിട്ട് തീരെ അനങ്ങാൻ വയ്യാത്ത കോലത്തിലാണ് നാർസിസിൽ നിന്ന് കൊണ്ടുവന്നത്. ഞാൻ ആ കുട്ടീൻ്റെ ഉമ്മയെ ഇപ്പയും കണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കിയത്, കീമോ ഒക്കെ ചെയ്ത് ഒഴിവാക്കിയതാണ്. അങ്ങനെ ഒഴിവാക്കിയിട്ട് വന്നിരായ ചെയ്തവர்கள் അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മന്ത്രിപ്പിച്ചതിന് ശേഷം വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇപ്പോൾ ആ കുട്ടി ഓടി നടക്കുക. എത്രയാണ് അത്ഭുതങ്ങൾ, എത്രയാണ് സന്തോഷം. ഓരോ ഉപ്പാൻ്റെ മദത് ഈ നാട്ടിൽ തന്നെ ഒരാൾ, ഈ പരിസരത്താണ്. ഞാൻ പരിപാടിക്ക് വന്നത്, പുറത്തേക്ക് വന്ന സമയത്ത് ഒരു സുഹൃത്തിൻ്റെ ഒരു ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം തന്നോട് പറയുക, അതിൻ്റെ സനത് പറയാൻ എനിക്ക് കഴിയില്ലെങ്കിലും ആളെ എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. പേര് എനിക്കറിയില്ല. ഒരാളാപ്പൻ്റെ ബദ്രു സാദാത്തിനെ പോലെ മക്കളെ പേരൊക്കെ ഒരൊറ്റ വട്ടം കേട്ടാൽ തങ്ങളപ്പോൾ ഓർമ്മ ഉണ്ടാക്കും. അങ്ങനെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ഹിമ്മത്തും ഇസ്സത്തും ഏറ്റി കൊടുക്കട്ടെ. ഇതേപോലെ എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും അനുഭവം ഞാൻ പറയാം. അദ്ദേഹം പറയാണ്, എൻ്റെ ഭാര്യ, അദ്ദേഹം എന്നോട് പറയാം, എൻ്റെ ഭാര്യ ഗർഭിണിയായി ഒരു വന്യരായ ഉമറുൽ ഫാറൂഖുൽ ബുഖാരി തങ്ങൾ ഇവരെ ഉപ്പ, അല്ലാഹു തആല അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കട്ടെ. അതേപോലെ തന്നെ താജുൽ ഉലമ, അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തട്ടെ. AB ഉസ്താദ് ഉണ്ടോലെ, ഇവർ 3 പേരും വന്നിട്ട് പറഞ്ഞു, നാളെ 10 മണിക്ക് പ്രസവിക്കും, കുട്ടിക്ക് എൻ്റെ പേരിടണം, മറിയം സൂറത്ത് ഓതണം. അപ്പം ഞാൻ ചോദിച്ചു എന്താട്ടോ ചോദിച്ചു. പിറ്റേന്ന് രാവിലെ മറിയം സൂറത്ത് ഓതി 10 മണി കൃത്യം പെണ്ണ് പ്രസവിച്ച് ആ പറഞ്ഞ പേരിട്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ വരാനെന്താ കാരണം? ചിലപ്പോൾ ഈ മജ്ലിസിൽ ഉണ്ടായിരിക്കും. അദ്ദേഹം പറയാണ്, ഒരു ദിവസം 100 ഫാത്തിഹ ഞാൻ മഹാന്മാർക്ക് ഓതും. അതിൽ വന്നരായ സയ്യിദവറുകളുണ്ട്, നമ്മളെ തങ്ങൾ പാപ്പ ഉണ്ട്, ഉമറുൽ ഫാറൂഖുൽ ബുഖാരി തങ്ങൾ പാപ്പ. അല്ലാഹു തആല അവിടുത്തെ മദത് നമുക്ക് തരട്ടെ. നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടേ കൽബിൽക്ക് ഇവരെ കൊണ്ടുവരുന്നാർ. ഇരുളാർന്ന ജീവിതം ഇല്ലാതാക്കി ഇടറുമ്പോൾ ചാരത്തുണ്ടാകും നോക്കി. എങ്ങനെ? ഇരുളാർന്ന ജീവിതം ഇല്ലാതാക്കി ഇടറുമ്പോൾ ചാരത്തുണ്ടാകും നോക്കി. ഇഷ്കാലേ ഇടനെഞ്ചിൽ താമസമാക്കി ഇന്നെൻ്റെ നിശയെ മനോഹരമാക്കി. കൽബിൽ കയറ്റിക്കോളി, ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. ഒന്നരായ തങ്ങളുബാബനെയും അതുപോലെ അവരുടെ പ്രിയപ്പെട്ട മകനെയും നമ്മൾ സ്നേഹിക്കുക. അവരെ സ്നേഹിച്ചാൽ നമുക്ക് ദുനിയാവും ആഖിറവും സലാമത്താകും. അവിടെ നിന്ന് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഇതൊക്കെ ചെറുപ്പക്കാരെ എൻ്റെ കഴിവൊന്നുമില്ല, പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടൂല, ടാങ്കിൽ വെള്ളം നല്ലതാണെങ്കിൽ. ഞാൻ തിരിച്ചങ്ങോട്ട് അപ്പം തന്നെ പറഞ്ഞു, ഇല്ല, ആ പൈപ്പ് ഒയന്ന പൈപ്പാണെങ്കിൽ ഒയന്ന കുളത്തിലേ വരുള്ളൂ, ആ പൈപ്പ് നല്ലതാക്കണം, എന്നാലേ നല്ല നിലക്ക് വരുള്ളൂ. അങ്ങനെ ഓരോ ഉദാഹരണം പറഞ്ഞിട്ട് ഓരോ താഴ്ത്താൻ നോക്കും. നമ്മൾ വിടൂല. അല്ലാഹു തആല അവത്തെ പദവി ഉയർത്തി കൊടുക്കട്ടെ. നല്ല ഫലം അല്ലാഹു തആല ഇനിയും കൊടുക്കട്ടെ. മദീനത്ത് നിന്ന് ഖുർആൻ ഓതിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് മുന്നിൽ വെച്ച് പറയുമ്പോൾ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെയൊക്കെ അല്ലാഹു തആല അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. അവരെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതിന് ഒരു സനതും വേണ്ട. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പലതും പറയാണ്ട്, എൻ്റെ കൂട്ടുകാരനൊക്കെ ഇപ്പോൾ ഒരുപാട് പറയാണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സമയം വളരെ കൊടുസാണല്ലോ. പക്ഷേ എൻ്റെത് എനിക്ക് പറയാൻ അതേപോലെ ഇപ്പം അതിന്
ശേഷം ഒരു ചെറിയൊരു വേദന വന്ന് ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ ഒന്ന് തടകിയിട്ട് തിരിച്ചു തന്നിട്ട് അതൊന്നുമില്ല ചെറുപ്പം. ഇക്കുറി കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രയാസം വന്നാലോ അത് ഞാൻ വെച്ചു വെള്ളം ഒന്ന് കുറച്ച് കൂടുതൽ കുടിക്കാൻ പറ്റും. എൻ്റെ കൂട്ടുകാരൻ്റെ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ മരുന്ന് കുടിച്ചാട്ടെ, അവനൊക്കെ അവസ്മാരം വരുന്ന ആളാണ്, നാവൊക്കെ കടിച്ചിട്ട് വേന്ന് പറഞ്ഞ ആളാണ്. ഈ വെള്ളം കുടിക്കാൻ അവന് മരുന്ന് കുടിച്ചാട്ടെ എന്നറിയും. അവനക്കൊരു പൊറുതിയുടെ വന്നാൽ വേഗം മരുന്ന് കുടിക്കും. മരുന്നതാ അവിടെ നിന്ന് ഊതിയ വെള്ളമാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.